ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 1 കപ്പ് പച്ചരി വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെയുള്ളൊരു അപ്പമാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെയോ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെയുള്ളൊരു അപ്പം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ആദ്യം അരിയൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ 1 കപ്പ് അളവിൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ്. ഈ പച്ചരി നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഞാൻ 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയാണ്. അപ്പം ഞാൻ ഒരു അൽഫോൺസ മാങ്ങ എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ അപ്പത്തിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും മാങ്ങയുടെ പുളിപ്പൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനും വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പത്തിൻ്റെ കളർ കുറച്ചൊന്ന് മാറി വരും. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ അരച്ചെടുക്കുന്ന പോലെ തന്നെ ആ ഒരു കൺസിസ്റ്റൻസിയിലൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു പരുവത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാവ് ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. നമ്മുടെ ദോശമാവിനേക്കാളും ഒരല്പം കൂടി ഒന്ന് ലൂസായിട്ടുള്ളൊരു പരുവത്തിൽ വേണം നമ്മുടെ ഈ ഒരു അപ്പത്തിൻ്റെ മാവ് ഇരിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയോടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സോഡാപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഒരു അപ്പച്ചട്ടി ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പച്ചട്ടി അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വേണം നമ്മൾ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ അപ്പം ഒന്ന് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് അപ്പച്ചട്ടിയിൽ ഒരല്പം നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം ഒരു തവി മാവ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ നമ്മൾ അപ്പച്ചട്ടി ചുറ്റിച്ചു കൊടുത്ത് ഒന്ന് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് തന്നെ നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഒരു 30 മുതൽ 45 സെക്കൻഡ് വരേക്കും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമുക്ക് ഇങ്ങനെയും കഴിക്കാനായിട്ട് എടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് ഒരു 10 സെക്കൻഡ് കൂടെ ഒന്ന് വേവിച്ചതിന് ശേഷം അപ്പച്ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. നമ്മൾ മറിച്ചിട്ടതിന് ശേഷം പിന്നെ നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ നല്ല പഞ്ഞി പോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാങ്ങ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ ഒരു അളവിൽ നമുക്കൊരു 8ഓളം അപ്പം ചുട്ടെടുക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും നല്ല പഞ്ഞി പോലെയുള്ളൊരു അപ്പമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരപ്പം. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ അപ്പം ഒന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇതുപോലെയുള്ള പുതിയ പുതിയ റെസിപ്പീസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.